ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണേ. ചേച്ചിയുടെ വീട് തെങ്കാശിയിലാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ വെക്കേഷൻ അല്ലേ. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ട്രാവൽ ചെയ്യാമെന്ന് വെച്ചേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല കോടയുണ്ടായിരുന്നു കേട്ടോ, നല്ല തണുപ്പുമായിരുന്നു. ഞാനും അച്ചാച്ചനും അച്ചാച്ചൻ്റെ അമ്മയും അനിയനും അച്ചാച്ചൻ്റെ ആൻറ്റിയും പിള്ളേരും ഉണ്ടായിരുന്നേ. അമ്മയും അനിയത്തിയൊക്കെ പിറ്റേന്ന് വരാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല മഞ്ഞായതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. പിള്ളേരെല്ലാം ഇങ്ങനെ ഒതുങ്ങിക്കൂടി കിടക്കുമായിരുന്നു. പോയിക്കൊണ്ടിരുന്നപ്പോൾ നല്ല വിശപ്പ് തോന്നി. അപ്പം നമ്മൾ തെന്മല ഡാമിൻ്റെ അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്, നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നതിനകത്തെ. അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണേ. വണ്ടിയിലിരുന്ന് എല്ലാവരും ഉറങ്ങിക്കൊണ്ട് മുഖത്ത് അത്യാവശ്യം നല്ല കനമുണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ നല്ല കോട, നല്ല തണുപ്പും. എഡ്സനും ഇവാനിയും ഒന്നും ഇറങ്ങുന്നില്ല. എഡ്സന് നല്ല തണുത്ത് കൈയെല്ലാം നല്ല മരവിച്ചിരിക്കുമായിരുന്നു തണുത്തിട്ടെ. റീജാൻറ്റി ഇത് കണ്ടപ്പോഴത്തേക്കും ഫോട്ടോ എടുക്കാൻ തുടങ്ങി കേട്ടോ. വീഡിയോ കോൾ ചെയ്ത് മക്കളെയൊക്കെ കാണിക്കുവാണേ അവിടെ നിന്നോണ്ട്. നല്ല മഞ്ഞായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴും. എന്നുവെച്ചാൽ നേരം വെളുത്ത് വരുന്നതല്ലേ ഉള്ളൂ. നല്ല മഞ്ഞായിരുന്നു. ഡാമിൻ്റെ അവിടെ നല്ല വെള്ളം തുറന്നു വിട്ടിട്ടുണ്ടേ. റീജാൻറ്റി അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഞാൻ റീജാൻറ്റി അടുത്ത് പറഞ്ഞു, ആൻറ്റി വാ നമുക്ക് താഴോട്ട് ഡാമിൻ്റെ ഭാഗത്തോട്ടൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന്. റീജാൻറ്റി ജന്മം ചെയ്ത് അങ്ങോട്ട് വരത്തില്ല. പുള്ളിക്കാരിക്ക് നല്ല പേടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് മേളിൽ പോകണം ഫുഡ് കഴിക്കണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് മേളിൽ കയറി. നല്ല രസമുണ്ടായിരുന്നു. മേളിൽ നിന്ന് നോക്കിയപ്പോഴും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അമ്മ ആ നേരത്തിന് ഫുഡെല്ലാം എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന്, ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമല്ലോ എന്ന് വെച്ച് വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുവാണേ. അച്ചാച്ചനും ഞാനും കൂടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തേ. എനിക്കും മോക്കും ഒരു ആഗ്രഹം, താഴെയോട്ട് ഡാമിൻ്റെ ആ ഭാഗത്തോട്ടൊന്ന് പോകാനായിട്ട്. ഞാൻ അച്ചാച്ചനോട് പറയാം ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞ് വാ പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണേ. അമ്മയും റീജാൻറ്റിയും തുടക്കമേ പറഞ്ഞ് ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾക്ക് മുട്ടിന് വയ്യാത്തേ, ഞാൻ വരുന്നില്ല, നീ പോയിട്ട് വരാം. ഞാൻ ആവുന്നത്ര ഞങ്ങൾ വിളിച്ച്, പക്ഷെ അവർ രണ്ടുപേരും വന്നില്ല. അങ്ങനെ ഞങ്ങൾ താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. ഇവാനിയമ്മോളും ഞാനും എല്ലാം ചാടിത്തുള്ളി ഇറങ്ങി. അങ്ങനെ നമ്മൾ ആ ഡാമിൻ്റെ ഭാഗത്തോട്ട് എത്തി കേട്ടോ. ഇവാനിയമ്മോള് ഓടുമായിരുന്നു. എന്തുവാ അമ്മ ഇതൊക്കെയെന്ന് വെച്ച്. അവന് മോനെ പയ്യെ പോന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറഞ്ഞുകൊണ്ട് പോവുക. അവൾക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇവാനിയ അടങ്ങി നിൽക്കുകയെന്ന് പറഞ്ഞു. അവൾ ഒരു വിധത്തേക്ക് കേൾക്കത്തില്ല. അവൾക്ക് ഇതൊക്കെ കണ്ടപ്പോൾ എന്താണ്ടൊക്കെയോ ചെയ്യുന്നതെന്നുള്ള ഒരിതായിപ്പോയി. എഡ്സനാണെങ്കിൽ ചിരിയുമായിരുന്നു. എനിക്ക് മേളിൽ നിന്ന് കണ്ടണക്കല്ല, താഴോട്ട് വന്നപ്പോൾ എന്തോ ഒരു പേടി, ഇത്രയും വെള്ളമൊക്കെ കണ്ടപ്പോഴത്തേക്കും. ഞാൻ മോളെയും പിടിച്ച് നിൽക്കുക. അവനും മോനെ നീ പോവല്ലേ, ഇവിടെ നിൽക്കുകയെന്ന് പറഞ്ഞപ്പോൾ പോ അമ്മേ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അവിടെ നിന്നും എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട്. നമ്മൾ ഇത്രയും അടുത്ത് ഞാൻ അങ്ങനെ വന്നിട്ടില്ല. മേളി അമ്മയെ റീജാനി നിന്ന് കൈയൊക്കെ കാണിക്കുമോ, ഞാൻ അപ്പോഴും പറയാം താഴോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞ്. അപ്പം അച്ചാച്ചൻ പറഞ്ഞു വാ പോവാൻ ടൈമായി, ഇനി 1-2 മണിക്കൂറത്തെ ട്രാവലിംഗ് ഇനിയും ഉണ്ട് കേട്ടോ, പോവാന്ന് പറഞ്ഞ് വിളിക്കുക. അങ്ങനെ ഞങ്ങളും പോവുക, മേളിലോട്ട് കയറി പോവുകയാണേ. എൻ്റെ പൊന്നു ദേ മക്കളെ, കണ്ട കണക്കൊന്നുമല്ല. ഇറങ്ങിയപ്പം ചാടിത്തുള്ളി ഇറങ്ങി, കയറിയപ്പോഴത്തേക്ക് ഒട്ടും വയ്യ. അച്ചാച്ചനും ഞാനും മോളും എല്ലാം കുഴഞ്ഞ്.
പക്ഷെ അമ്മയും റീജാൻ്റെ അവിടെ നിന്നുകൊണ്ട് പറയും, ഇതിനാണോടി നീ എന്നെയും കൂടെ വിളിച്ചതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഞങ്ങളാ ബുദ്ധിമതിയെന്ന്. ഞങ്ങൾ അവിടുന്ന് കറക്റ്റായിട്ട് എണ്ണിയാന്ന് വന്നത്. 142 പടി ഉണ്ടായിരുന്നു കേട്ടോ. ആ ക്ഷീണത്തിൽ ഞങ്ങൾ കാറിൽ കയറിയത് മാത്രം അറിയാം. നല്ല പോലെ കിടന്നൊന്ന് ഉറങ്ങി. ഇവാനിയാണെങ്കിൽ കയറിയ പടുതിയെ കിടന്ന് അങ്ങ് ഉറങ്ങി. ശ്യാമച്ചാച്ചൻ്റെ ക്ഷീണമായി ഇത്രയും ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട്. ഞങ്ങൾ അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി. ഞങ്ങളെല്ലാം കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞങ്ങൾ എസ് വളവിന് മുമ്പായിട്ട് വണ്ടി ഒന്ന് സൈഡാക്കി കേട്ടോ. ഞങ്ങൾ ഉറങ്ങുന്ന കണ്ടപ്പം വണ്ടി ഓട്ടിക്കുന്ന ശ്യാമച്ചാച്ചന് ഇച്ചിരി ക്ഷീണം. എല്ലാവരും ആ വെളുപ്പിനെയല്ലേ ആ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഒരേ ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പോവാമെന്ന് വെച്ച് വണ്ടി ഒന്ന് സൈഡാക്കി. അവിടെ നോക്കിയപ്പോൾ നല്ല കാഴ്ചകളായിരുന്നു. നല്ല മലകളും മരങ്ങളും എല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഒരേ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ ഒന്ന് കുറച്ച് നേരം ഒന്ന് നിന്ന്. എഡ്സൺ മോനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവന് നല്ല കളിയും ചിരിയൊക്കെ. അവനെ ഇറക്കി വിടാൻ അവൻ ഈ കിടന്ന് തുള്ളുന്നത്. പക്ഷെ ഇറക്കി വിടാൻ പറ്റത്തില്ല, താഴെ മൊത്തം കൊക്കയാണേ. അങ്ങനെ ശ്യാമചാച്ചൻ പറഞ്ഞ് ഇച്ചിരി നേരം ഇനി ചാച്ച വണ്ടി ഓട്ടിച്ചോ എന്ന് പറഞ്ഞ് ചാച്ചയായിരുന്നേ പിന്നെ ഡ്രൈവിങ് ചെയ്തേ. പിന്നെ കുറച്ച് നേരം നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ആ ചായയൊക്കെ കുടിച്ച ആ ഒരു ഇതിൽ പാട്ടും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കടന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ നമ്മളെ ലക്ഷ്യസ്ഥാനമായ ചേച്ചിയുടെ വീട് എത്തിയിരിക്കുന്നു. ഇതാണ് ചേച്ചിയുടെ വീട്. ചെന്നപ്പോഴത്തേക്കും ചേച്ചിയില്ല. ഞങ്ങളെല്ലാം വരുന്നെന്നുള്ളതുകൊണ്ട് ചേച്ചിയും ചേച്ചിയുടെ അമ്മയും കൂടെ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയേക്കുമായിരുന്നു. ചെന്നപ്പം പപ്പ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ആ ചെന്ന ക്ഷീണത്തിൽ ഞങ്ങൾ ഒരേ ചായയൊക്കെ ഇട്ട് കുടിച്ച് കുട്ടികളെയൊക്കെ ഒന്ന് ഫ്രഷപ്പ് ആക്കി. അങ്ങനെ ഞങ്ങൾ തന്നെ എല്ലാം അകത്തോട്ട് കയറി കിടന്നു കേട്ടോ. ഇത് ചേച്ചിയുടെ ഒരു വീടാണേ. ഇനി ഒരു വീടും കൂടെ ഉണ്ട്. അത് ഇനിയിപ്പം നാളത്തെ വീഡിയോ നിങ്ങളെ കാണിക്കാം. ഇപ്പം ഞങ്ങൾ വന്ന ആ ഒരു ക്ഷീണത്തിൽ ഇച്ചിരി നേരം റെസ്റ്റൊക്കെ എടുക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ഞങ്ങളങ്ങനെ വീട്ടിനകത്തോട്ട് കയറി ഒന്ന് ഫ്രഷായി പിള്ളേരെയൊക്കെ ഒന്ന് ഫ്രഷാക്കി ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചേ. അപ്പം ഇത്രയേ ഉള്ളൂ. ബായ്. ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്ക് വേറൊരു വീടുണ്ടെന്ന്. അപ്പം നമ്മൾ ഇന്നലെ രാത്രി തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് നമ്മൾ ഇന്നലെ ഇവിടെയായിരുന്നു സ്റ്റേ ചെയ്തത്. ഇപ്പം രാവിലെ ആയപ്പോഴത്തേക്കും നമ്മൾ കറങ്ങാൻ പോകാനായിട്ട് ഇറങ്ങുവാണ്. കറങ്ങാൻ പോകുന്ന കൂട്ടത്തിൽ അമ്മേനെയും അനിയത്തിനെയും കൂടെ ഒന്ന് പിക്ക് ചെയ്യണേ. നമ്മൾ പോകുന്നത് കുറ്റാലത്തോട്ടാണ്. എല്ലാവരും നിന്ന വേഷത്തിൽ ഇറങ്ങുക. അവിടെ വെള്ളമുണ്ട്, പോയി കുളിക്കാം എന്നുള്ള രീതിക്കാണ് നമ്മൾ പോണത്. എല്ലാവരും മാക്സിയോടെ തന്നെ ഇറങ്ങുവാണേ. അങ്ങനെ നമ്മൾ കുറ്റാലത്തെത്തി അമ്മയും അനിയത്തിനെയും പിക്ക് ചെയ്തിട്ടാണ് വന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും മാങ്ങ കണ്ടതും പിള്ളേർക്കൊക്കെ മാങ്ങ വേണം. പിള്ളേർക്കല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാങ്ങയൊക്കെ വാങ്ങിച്ച് കഴിക്കുമായിരുന്നേ അവിടുന്ന്. നല്ല രസമുണ്ടായിരുന്നു. ഉപ്പും എരിവും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ഇതായിരുന്നു. ഒത്തിരി വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നതേ. ചക്കയൊക്കെ പൊളിച്ച് വെച്ചിരിക്കുന്നു. മാങ്ങായും ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്താ ഇത് കണ്ടോ, ഇത് ചാമ്പയ്ക്ക. നമ്മളിവിടെയൊക്കെ കുഞ്ഞൻ ചാമ്പയ്ക്കയല്ലേ, അവിടെ വലുതാണ്. പക്ഷെ ഇത് അവിടുത്തെ അല്ല, വേറെ എവിടെ നിന്നും എക്സ്പോർട്ട് ചെയ്തേ ആയിരിക്കാം. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ എല്ലാം ഒന്നും മേടിക്കാൻ നിന്നില്ല. നമുക്ക് അത്യാവശ്യമുള്ള പിള്ളേർ ചോദിക്കുന്ന മാത്രം 1-2 സാധനങ്ങൾ നമ്മൾ മേടിച്ച് കൊടുത്തോണ്ടിരുന്നത്. പിന്നെ ഇതൊന്നും മേടിക്കാൻ അമ്മ അധികം സമ്മതിച്ചില്ല. കാരണം ഒത്തിരി ഓയിലി ആയതുകൊണ്ട് അമ്മ പറഞ്ഞ് വേണ്ട ഉച്ചയെന്ന് പറഞ്ഞ് അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ഓരോന്നും മേടിക്കുന്ന അനുസരിച്ചേ. കളിപ്പാട്ടത്തിൻ്റെ ഭാഗം എത്തിയപ്പോഴത്തേക്ക് പിള്ളേർക്കൊക്കെ അങ്ങോട്ട് പോകണം. എല്ലാത്തിനും ഒരുവിധം എങ്ങനെയെങ്കിലുമൊക്കെ മേയിച്ചുകൊണ്ട് പോയത്. നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്മ മാങ്ങയായിട്ട് നടക്കുവാണ്. ഇവാനിയ മോള് കുരങ്ങിനെ കണ്ടതും കുരങ്ങിന് ഓരോ സാധനം ഇട്ട് കൊടുക്കാൻ തുടങ്ങി. ഞാൻ അവിടുത്തെ ഒരേ കാഴ്ചകൾ കണ്ട് നടക്കുവാണ്. ആ ഒരു കായം എടുത്ത് മണപ്പിക്കാൻ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മേടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, ആവശ്യത്തിന് വീട്ടിലുണ്ടല്ലോ, ഇനി ഇത് മേടിച്ചോണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ നോക്കുന്ന സ്പൈസസ് നല്ല മണമായിരുന്നു, ഏലക്കയുടെയൊക്കെ. അപ്പോൾ അവർക്ക് നമ്മളെ കണ്ടപ്പോൾ മനസ്സിലായി മലയാളിയാണ്. അപ്പോൾ ഒരേ സാധനങ്ങൾ അവർ മലയാളത്തിൽ തന്നെ പറയുവാണേ. അത് വേടിരി ഇത് വേടിരി എന്നൊക്കെ ചോദിച്ച്. ഈ കുരങ്ങിനാണ് ഇവാനിയ മോളിരുന്ന് മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തോണ്ടേയിരുന്നു. ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്കറിയത്തില്ല കേട്ടോ. ഇതവർ സൂപ്പ് വെച്ച് കുടിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല.
ഞാൻ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് ഏതാണ്ട് ഒരുമാതിരി തോന്നിയോണ്ട് ഞാൻ തിരിച്ച് അതേ കണക്ക് തന്നെ വെച്ചിട്ടുണ്ടേ. നിങ്ങൾക്കറിയാവോ ഈ ഒരു സാധനം എന്താ യൂസ് എന്ന്? എനിക്കറിയത്തില്ല. നമ്മളിവിടെ കിട്ടുന്ന ആഞ്ഞിലി ചക്കയൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിരിക്കും. ഇവിടെ ചുമ്മാ മരത്തിൽ നിന്ന് വീണ് പോവുകയാണേ. അമ്മയും റീജാൻ്റിയൊക്കെ പറയും നമ്മുടെ അവിടെ കിട്ടുന്ന സാധനമാടി ഇതെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നത്, എന്തോ പറയാനാ, ആർക്കും വേണ്ടാതെ പോകുന്ന സാധനങ്ങളാണ് ഇതൊക്കെയെന്ന് പറയുമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം അങ്ങനെ നടന്നൊക്കെ കണ്ട് കുളിക്കാൻ പോകുന്ന ആ സൈഡിലോട്ട് പോവുകയാണ് ഞങ്ങൾ. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തേ. റീജാൻറ്റിക്ക് കുരങ്ങന്മാരെ കണ്ടപ്പോൾ കിളി പോയി ഗൈസ്. റീജാൻറ്റി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നെങ്കിലും ചുറ്റും നിന്ന് നോക്കുക, കുരങ്ങൻ വരുന്നുണ്ടോ, കുരങ്ങൻ വരുന്നു. ഞാൻ പറയുന്നത് റീജാൻറ്റി കുഴപ്പമില്ല, നമ്മളൊന്നും ചെയ്യത്തില്ലെന്ന്. പക്ഷേ ഈ പിള്ളേർ കേൾക്കാതെ ഓരോ ഫുഡ് ഐറ്റംസ് അതിന് ഇട്ട് കൊടുത്തോണ്ടേ ഇരുന്നു. നമ്മുടെ കയ്യിൽ കവർ ഉള്ളതുകൊണ്ട് അത് വീണ്ടും വീണ്ടും നമ്മുടെ അടുത്തോട്ട് വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നേ. റീജാൻറ്റി വീഡിയോ എടുക്കാൻ നിൽക്കുന്നെങ്കിൽ എല്ലാം നോക്കുമോ കുരങ്ങ് വരുന്നുണ്ടോ ഇല്ലയോ. റീജാൻറ്റിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് റീജാൻറ്റി കുരങ്ങന്മാർ വരുന്നോ നോക്കിക്കൊണ്ടിരിക്കുവാണേ. അത് ഒരേന്ന് സാധനങ്ങൾ നമ്മൾ അടുത്തോട്ട് കൊണ്ടുപോകും തോറും നമ്മുടെ കയ്യിൽ ഇതിരിക്കുന്നതുകൊണ്ട് വരുക. ഞാൻ ഇവാനിയടുത്ത് പറയുന്നുണ്ട്, ദേ ഒരു കുരങ്ങ് അടുത്തൂടെ പോയതേ ഉള്ളൂ, റീജാൻറ്റി പടമെന്ന് പറഞ്ഞ് വീണ് ഞങ്ങളുടെ അമ്മേനെയും മറിച്ചിട്ട്. അയ്യോ ഒന്നും പറയണ്ട, റീജാൻറ്റിക്ക് പേടിയുണ്ട്. റീജാൻറ്റിക്ക് പേടിയായിരുന്നു കുരങ്ങനെ അള്ളിയോ കടിച്ചോ എന്നുള്ളത്. ശരീരം മൊത്തം നോക്കുകയാണെടി, അള്ളിയോ ടീറ്റി എടുക്കണോ എന്നുള്ളൊരു പേടിയിൽ. അമ്മ പറയടി, കൊല്ലത്ത് ഞാൻ ഇവിടം വരെ വന്ന് ഈ മറിച്ചിടാനായിരുന്നോ നീ എന്നെ വിളിച്ചു വരുത്തിയെന്നാണ് അമ്മ ചോദിക്കുന്നത്. കുളിക്കാൻ വേണ്ടി നിന്ന വേഷത്തിലേ വന്നതാ. വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ ദേണ്ടടാ വെള്ളമില്ല. ഇത് ആണുങ്ങളുടെ സൈഡിൽ മാത്രമാണ് ഇച്ചിരിയെങ്കിലും വെള്ളം വരുന്നത്. ദേ ഈ കാണുന്നതാണ് പെണ്ണുങ്ങൾക്ക് കുളിക്കാനുള്ളത്. ഒട്ടും വെള്ളമില്ലായിരുന്നു കേട്ടോ. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് വിഷമിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം ചേച്ചി പറഞ്ഞു, എന്നാൽ വാ നമുക്ക് വേറെ സ്ഥലമുണ്ട്, ഐന്തരുവിയിലോട്ട് പോവാം, അവിടെ അത്യാവശ്യം വെള്ളം കാണുമെന്ന് പറഞ്ഞു. ഇപ്പം ഇവിടെ വേനൽക്കാലം ആയതുകൊണ്ടാണ് വെള്ളം കുറവ്. ഇവിടെ മഴ പെയ്യുമ്പോൾ അവിടെ നല്ല വെള്ളം വരുവേ. അങ്ങനെ ഞങ്ങൾ ഐന്തരുവിയിലോട്ട് പോകാനായിട്ടുള്ള തന്ത്രപ്പാടിലോട്ട് പോവുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരവും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ പോവുകയാണേ. അങ്ങനെ ഞങ്ങൾ ഐന്തരുവിയിലെത്തി കേട്ടോ. അവിടെ ചെന്ന് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അതൊക്കെ നോക്കി കുളിക്കാൻ വേണ്ടി വീണ്ടും പോവുകയാണേ. കുറച്ച് അങ്ങോട്ട് നടന്നു പോകണം കുളിക്കാൻ പോകണമെങ്കിൽ. റീജാൻറ്റി ചോദിക്കടി കുരങ്ങുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന്. അവിടെയും വെള്ളമില്ലായിരുന്നു ഗൈസ്. ചെന്നപ്പോൾ ഒട്ടുമില്ല, കുറ്റാലത്തിൻ്റെ അത്രയും പോലും വെള്ളം വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇറങ്ങിയതല്ലേ, എന്തായാലും കുളിച്ചിട്ടേ തിരിച്ച് പോത്തോളം എന്നുള്ള വാശിക്ക് ഞങ്ങൾ വീണ്ടും പോവുകയാണ് ഗൈസ് അവിടുന്ന്. ഇനി അടുത്ത നമ്മൾ പോകുന്ന സ്ഥലം പാവനാസം എന്നുള്ള സ്ഥലത്താണ് പോകുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. ഈ സ്ഥലത്തോട്ട് പോകണമെങ്കിൽ അവിടെ കുറച്ചുകൂടെ നല്ലതാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണേ നമ്മൾ. എന്തായാലും നമ്മൾ ഇറങ്ങി. അപ്പോൾ കുളിക്കാതെ ഇനി വീട്ടിൽ കയറത്തില്ല, കാരണം എല്ലാവരും നിന്ന വേഷത്തിൽ തന്നെ ഇറങ്ങിയതാണേ. അപ്പം നമ്മൾ 2 സ്ഥലത്ത് പോയി 2 സ്ഥലത്ത് വെള്ളവും ഇല്ല. അപ്പോൾ എന്തായാലും ഇനി അടുത്ത സ്ഥലത്ത് പോയി നമ്മൾ കുളിച്ചിട്ടേ വീട്ടിൽ പോകത്തുള്ളൂ എന്ന് പറഞ്ഞുള്ള വാശിക്ക് നമ്മൾ പോവുകയാണേ. കന്നുകാലികൾ പോകുന്നതുകൊണ്ട് വണ്ടി സൈഡാക്കി നിർത്തിയിരിക്കുവാണേ. ഇടിച്ചു കഴിഞ്ഞാൽ കേസാണേ, നമ്മളെ കയ്യിൽ നല്ല എമൗണ്ടും കൊടുക്കും. അങ്ങനെ നമ്മൾ ആ വശത്തോട്ട് പോവുകയാണ്. നല്ല രസമുണ്ട്, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുളിച്ചിട്ട് പോകുന്നവരും കുളിക്കാൻ വരുന്നവരും എല്ലാം ഉണ്ടായിരുന്നു. ഇതൊരു അമ്പലത്തിൻ്റെ സൈഡായിരുന്നു കേട്ടോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവിടെയൊക്കെ സ്ഥലമില്ല. അങ്ങനെ ഒതുങ്ങി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്താൻ വേണ്ടിയുള്ള പെടാപ്പാട് വിടുവാണ് ഗൈസ്. ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എല്ലാവരുടെ മുഖത്ത് 500-ൻ്റെ ബൾബ് കത്തിയിരിക്കുന്ന കണക്കത്തെ സന്തോഷം ഉണ്ടായിരുന്നേ. ഞങ്ങൾ നോക്കി എവിടെ നല്ല ഒതുങ്ങി നിന്ന് കുളിക്കാൻ പറ്റിയ സ്ഥലം നോക്കി ഞങ്ങളിങ്ങനെ നടക്കുവാണ്. വെള്ളം കണ്ടതും അമ്മ എടുത്ത് ഒറ്റ ചാട്ടം നീന്താനും തുടങ്ങി. ഞങ്ങൾക്കൊക്കെ അതിശയായിപ്പോയി. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അമ്മ ഇങ്ങനെ നീന്തുന്നത്. ഇത്രയും വയ്യാഴ്മയിലും അമ്മ ഇങ്ങനെ നീന്തിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണേ. ഞങ്ങളെല്ലാം നോക്കി നിൽക്കുക, അതിശയത്തോടെ നോക്കി നിൽക്കുവാണ്. എഡ്സൺ മോനാണെങ്കിൽ വെള്ളം കണ്ടതും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അവനും ഇരുന്ന് കളിക്കാൻ തുടങ്ങി. ഇവാനിയ മോള് കുളിക്കാനും ഇറങ്ങി. അങ്ങ് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്. റീജാൻറ്റിക്ക് മാത്രം ചെറിയൊരു പേടി, താന്നു പോകൂടി ഒഴുക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് റീജാൻറ്റി പേടിച്ച് വരുവാണേ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടാ. അമ്മയൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു ഷോക്കിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. അമ്മ നീന്തിയല്ലോ എന്നുള്ള ഇത് ആദ്യമായിട്ട് കാണുന്നോണ്ടാവുക. നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. ഷോർട്സ് കയറ്റാനാ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ച് പോവാണ് ഗൈസ്. കുളിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പ്. നമ്മൾ പതിവ് പോലെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നതാണേ ഫുഡ്. അപ്പോൾ വഴിയരികിൽ ഒരു സ്ഥലം നല്ല രസമുണ്ട്, വയലിൻ്റെ ഭാഗമേ. അപ്പോൾ അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കഴിക്കാനായിട്ട് പോവുകയാണേ. ഞങ്ങളങ്ങനെ വഴിയരികിലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോവാണേ. നല്ല രസമായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ഒരു ഫീലല്ലേ അങ്ങനെയൊക്കെ നമ്മളിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ. നമ്മളെപ്പോഴും വീട്ടിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്, ഇത് പുറത്ത് പോകുമ്പോഴത്തേക്ക് റോഡിൻ്റെ സൈഡിലൊക്കെ അവിടങ്ങളിൽ അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ തന്നെ, കുളിക്കാൻ വരുന്നവരായാലും അല്ലാതെ എന്തിന് വന്നാലും ഇങ്ങനെ ഈ വഴിയരികിൽ വയലിൻ്റെ സൈഡിൽ തോപ്പുകളിലൊക്കെ ഇരുന്ന ഫുഡ് കഴിക്കുന്നത് കേട്ടോ. നല്ലൊരു പ്രത്യേക ഫീല് തന്നെയാണ് അത്. അങ്ങനെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് മടങ്ങുവാണേ. ഇതൊരു ഫേമസ് ആയ ക്ഷേത്രമാണ്. ഈ സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ ചെയ്യുമെന്നാണ് പറഞ്ഞതേ.
അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചേ. പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മയിലിനെ കണ്ട്. അങ്ങനെ നമ്മളത് കാണാൻ വേണ്ടി വണ്ടി നിർത്തിയതാ. പക്ഷെ ഒത്തിരി ദൂരമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീണ്ടും അങ്ങ് പോയി. ഞങ്ങളൊരു ചായ കുടിക്കാന്ന് വെച്ച് വണ്ടി നിർത്തി കേട്ടോ. ഇവിടെ നല്ല വടയൊക്കെ ചൂടോടെ കിട്ടും. അവിടെ നല്ല ഫുഡാണ് കേട്ടോ. ഞങ്ങളെപ്പം വന്നാലും ഇവിടുന്ന് കഴിക്കാറുണ്ട്. വട ഒരു പ്ലേറ്റിനകത്ത് ഒരു വട, സമൂസ എല്ലാം സാമ്പാർ, ചമ്മന്തി എല്ലാം ഒഴിച്ച് തരുവേ. നല്ല ടേസ്റ്റാണ്. ചൂടോടെയാണ് നമുക്ക് തരുന്നത്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലെത്തി ഗൈസ്. എല്ലാവരും ക്ഷീണിച്ച് വാരി കേട്ടോ. ഞങ്ങൾ പിന്നെ ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് ഇത്രയും ട്രാവലൊക്കെ ചെയ്തേയല്ലേ. പിന്നെ എല്ലാവരും കയറി ഒന്ന് ഫ്രഷ് ഒക്കെ ആയി കുറച്ച് നേരം അവിടെ ഫുഡൊക്കെ കഴിച്ചോണ്ടിരുന്നു.
നല്ല നിർബന്ധമായിരുന്നു. അവനും ഇച്ചിരി ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നേ. അങ്ങനെ നമ്മുടെ ഈ ഒരു ദിവസം അവസാനിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു 4:30 ആയപ്പോഴത്തേക്ക് നമ്മളെല്ലാം റെഡി ആയിട്ടാ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ള തന്ത്രപ്പാടാണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോരുത്തരും ഒരുങ്ങി മാറാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലായിരുന്നേ. ശ്യാമചാച്ചൻ ചാരി ഇരുന്ന് തന്നെ ഉറങ്ങുന്നുമുണ്ടായിരുന്നു ഇടയ്ക്ക്. 4:30 ആയുള്ളൂ. നമ്മളെല്ലാം അവിടെ നിന്ന് ഇറങ്ങി, എല്ലാവരോടും ബായ് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അങ്ങനെ നമ്മുടെ കായംകുളത്തെ വീടെത്തി ഗൈസ്. ചെന്ന പടുതിയെ റീജാൻറ്റി ഓടി അങ്ങ് വീട്ടിലോട്ട് പോയി കേട്ടോ. റീജാൻറ്റിക്ക് ഒരു സമാധാനം കിട്ടിയത് അപ്പോഴാണ്. റീജാൻറ്റി പെട്ടെന്ന് വീട്ടിലോട്ട് അങ്ങ് പോയി. ഞങ്ങൾ അവിടുന്ന് ലഗേജൊക്കെ എടുത്ത് ഒതുക്കുവാണേ. അങ്ങനെ അടുത്തുള്ളവരെയൊക്കെ നിന്ന് കണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നേട്ടാ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരത്തോളല്ലോ. അപ്പോൾ പോയ വിശേഷം എല്ലാം ചോദിച്ചുകൊണ്ട് നിൽക്കുവാണേ. അങ്ങനെ അവരുടെ അടുത്ത് വന്ന കാര്യങ്ങളൊക്കെ പറയാം. ഞങ്ങൾ പോയതും കുളിക്കാൻ പോയതും എല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. രാവിലെ ആയതല്ലേ ഉള്ളൂ. എല്ലാവരും അപ്പോഴാ ഉറക്കം എണ്ണിച്ചൊക്കെ വരുന്ന സമയമാണ്.
ഈ നിൽക്കുന്നത് റീജാൻറ്റിയുടെ ഭർത്താവാണേ. ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുക. അപ്പം ഞങ്ങൾ റീജാൻ്റെ വീട്ടിലോട്ട് പോവുക. റീജാൻ്റെ ഇത്രയും തിരക്കിട്ട് എന്തിനാ പോയെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണേ. ഇതാണ് റീജാൻറ്റിയുടെ വീട്. ഇത് റീജാൻറ്റിയുടെ പപ്പായ ഇന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ ചെന്നപ്പോൾ നല്ല കാന്താരിയൊക്കെ പൂത്ത് നിൽക്കുന്നു. അങ്ങനെ അത് നോക്കുവാണ്. ആ പപ്പ എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വെച്ചിട്ടുണ്ട്. കാന്താരിയൊക്കെ നല്ല പൂത്ത് നിൽക്കുവാണേ. ഞാൻ നോക്കുന്ന റീജാൻറ്റ് ബാക്കിൽ നിന്ന് കാന്താരികൾ നോക്കുക. കാന്താരി ഇത്രയും ദിവസം റീജാൻറ്റ് ഇല്ലാത്തതല്ലേ, കാന്താരി വാടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാവാണേ. പക്ഷെ അപ്പച്ചൻ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല പോലെ മുട്ടൊക്കെ പിടിച്ച് നിൽക്കുന്ന കേട്ടോ. റീജാൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ഞാൻ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണേ. അമ്മ ചെന്ന പഴുതി അമ്മ ഡ്രസ്സൊക്കെ മാറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കയറി. അപ്പവും മുട്ടക്കറി എന്തോ ഉണ്ടാക്കുവാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ വീടിൻ്റെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടാ. അമ്മ പരിസരം നിരീക്ഷിക്കാൻ അമ്മയെ ഇറങ്ങിയിട്ടുണ്ട് കൂടെ. അപ്പോഴാണ് കണ്ടത് ഈ ഒരു പൂവേ. അമ്മ മഞ്ഞൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ നിന്ന് പൂവ് വന്നേക്കോ. മഞ്ഞളിൻ്റെ പൂവാണ് കേട്ടോ ഇത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? എഡ്സൺ അത് പിച്ചാൻ വേണ്ടി ഓടി വരുവാണ് കേട്ടോ. അമ്മ റെഡി, പിടിച്ചോ പിടിച്ചോ, അവനെ പിടിച്ചോ, അവൻ പിച്ചു എന്ന് പറയുവാണേ. അങ്ങനെ നമ്മൾ ഫ്രഷായി നമ്മൾ കായംകുളം പാലസ് കാണാനൊക്കെ പോവുകയാണേ. നമ്മൾ ഇടയ്ക്കല്ലേ വരുത്തുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് കണ്ടിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പാലസ് കാണാനും കായംകുളം ലേക്ക് കാണാനൊക്കെ പോവുകയാണേ. ഇതാണ് കായംകുളം ലേക്ക് പാർക്ക്. ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം നിന്നില്ല അവിടെ. 1-2 വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് തിരിച്ച് അവിടെ നിന്ന് പോവുകയാണേ.
അവിടുന്ന് നമ്മുടെ പിന്നീടുള്ള യാത്ര കൃഷ്ണപുരം കൊട്ടാരത്തിലേക്കാണേ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടാരം എത്താറായി ഗൈസ്. നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടെ. നല്ല മൊത്തം മരങ്ങളായിരുന്നു. ഒട്ടും ചൂടില്ല. നമ്മൾ ലേക്ക് പാലസിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ചൂടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല തണുത്ത ഒരു ഇതായിരുന്നു കേട്ടോ. ഇതാണ് കൃഷ്ണപുരം കൊട്ടാരം. നമ്മൾ എൻട്രി പാസ് എടുക്കാൻ വേണ്ടി പോവാണേ. ഒരാൾക്ക് 35 രൂപ ഉള്ളായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് കണ്ട 10 രൂപ അങ്ങനെ എന്താ ചാർജായിരുന്നു. അങ്ങനെ നമ്മൾ എൻട്രി പാസ്സൊക്കെ എടുത്ത് അകത്തോട്ട് കയറി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല കാഴ്ചകളും നല്ല പഴയ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഈ താഴോട്ട് പോകുമ്പോൾ ഒരു കുളമുണ്ട്. പക്ഷെ അത് അടച്ചു വെച്ചിരിക്കും. അത് കുട്ടികളാരും പോവാതിരിക്കാൻ വേണ്ടി ഇപ്പം അങ്ങോട്ട് ഇറക്കത്തില്ല കേട്ടോ. പുരാതനമായ ഒത്തിരി കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഈ 1-2 കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളൂ. പക്ഷേ ഇത് കാണുമ്പോൾ ഒത്തിരി നമുക്ക് മുന്നേ പഠിച്ചിരുന്നയാണല്ലോ എന്ന് പറഞ്ഞുള്ള ഒരു ഓർമ്മയെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇവാനിയ മോൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ അവൾക്കും കൂടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് നടന്നു പോവുകയാണ് കേട്ടോ.
കാഴ്ചകളൊക്കെ കണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. പോകുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടി നിർത്തി മോരും വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. നല്ല ചൂടല്ലായിരുന്നോ? ഒരു മോരും വെള്ളം കുടിക്കാന്ന് വെച്ചാണ് ഇറങ്ങിയത്.
അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് എത്തി ഗായ്സ്. അങ്ങനെ നമ്മുടെ 3-4 ദിവസത്തെ യാത്രകൾ അവസാനിച്ചിരിക്കുന്നു ഗായ്സ്. ബൈ.